ഹലോ ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരടിപൊളി വീറ്റും മൈദയും വെച്ചിട്ടുണ്ടാക്കുന്ന ഖമീറയാണ് കാണിക്കുന്നത്. പാർട്ടിക്കൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു ഐറ്റംസും കൂടിയാണ് ഇത്. നല്ല ടേസ്റ്റിയാണ്, അതേപോലെ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് വീട്ടിലേക്ക് കിടന്നാലോ. അതിനായിട്ട് ഇതാ ഞാനിവിടെ ഇളം ചൂട് പാല് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ചൂട് ഒട്ടും കൂടാൻ പാടില്ല, ഇളം ചൂട് പാല് മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈ ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടി ഇളം ചൂട് പാലോ അല്ലെങ്കിൽ ഇളം ചൂട് വെള്ളമോ മതി. അപ്പോൾ ഞാനിവിടെ ഇളം ചൂട് പാൽ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഈസ്റ്റ് ഞാനിവിടെ 2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗർ ഞാനിവിടെ 1 ടീസ്പൂൺ ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ഷുഗർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റേ വേണ്ടൂ. നല്ല ആക്റ്റീവായ ഈസ്റ്റ് ആണെങ്കിൽ ഒരു 5 മിനിറ്റ് മതി. അപ്പം ഞാനിവിടെ ഒന്ന് 5 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പൊടികളെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടിയും ഇതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടി 1 കപ്പ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 കപ്പ് വീറ്റ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ 1.5 കപ്പ് ആണ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പം എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വീറ്റും മൈദയും എല്ലാം ഒന്നിച്ചാകട്ടെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ളില്ലെങ്കിൽ കരിഞ്ജീരകമില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഞാനിതൊരു 1/2 ടീസ്പൂണ് വൈറ്റ് എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായത് കൊണ്ട് മാത്രം ഞാൻ വൈറ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഒഴിച്ചു കൊടുക്കലാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പാല് നമുക്ക് പോരാ കേട്ടോ, കുഴക്കാൻ പാകത്തിന് പാല് നോക്കണം. അപ്പം ഇത് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇനിയും ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനതൊന്ന് കുഴച്ച് നോക്കി. എന്നിട്ട് ഇതാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി വെള്ളം നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ലൂസാകാൻ പാടില്ല. അങ്ങനെ ഞാൻ നോക്കി ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടിയിട്ട് ഒരു കുഴക്കാൻ പാകത്തിന് നമുക്ക് കിട്ടണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി കുഴച്ചതിന് ശേഷം ഞാൻ മുകളിൽ കുറച്ച് ഒലിവ് ഓയിലും കൂടി തടവിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊരു 1 മണിക്കൂറോ 1.5 മണിക്കൂറോ മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 മണിക്കൂർ മാറ്റി വെക്കുമ്പോൾ തന്നെ ഇത് ഡബിൾ സൈസായിട്ട് പൊന്തിയിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഓരോ ഉരുളകളാക്കി എടുത്ത് കുറച്ച് മൈദ തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെടുത്തിട്ട് ഇത് നിങ്ങൾക്ക് വീറ്റിൽ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദയിൽ മാത്രം ചെയ്യണം. ഇതിപ്പോൾ മിക്സാണ് ആക്കിയത്. ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടില്ല, ബാക്കി ഞാൻ വീറ്റ് ഗോതമ്പ് പൊടി അതാണ് എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് റൗണ്ടാക്കി ആക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾ ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടെടുക്കുക. ഞാൻ ഇപ്പോൾ ഈ ഒരു ത്രികോണാകൃതിയിലാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാം കൂടിയിട്ട് എടുക്കുക. ഇതൊരു 4-5 ആൾക്ക് കഴിക്കാനുണ്ടാവും കേട്ടോ, ഈ ഒരു അളവിലാണെങ്കിൽ. ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ചീഞ്ചട്ടി ആയതുകൊണ്ട് ഒരു 3 എണ്ണം അങ്ങനെ എനിക്ക് ഇടാൻ പറ്റുന്നില്ല. കുറച്ച് വലിയ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചധികം ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. ഇപ്പോൾ അധികം കുറേ സമയമൊന്നും വേണ്ട, ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഉള്ളൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. അപ്പം ഞാനങ്ങനെ ഓരോന്നായിട്ടും ഈ 2 എണ്ണമൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്, ഈ ഖമീറ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനൊന്ന്
ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആയതൊക്കെ ഒന്ന് മാറ്റിയതാണ്, കുറച്ചും കൂടി ആവാനുണ്ട്. പിന്നെ ഞാൻ ഫോട്ടോവും വീഡിയോസൊക്കെ നല്ലൊരു ലൈറ്റിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പെട്ടെന്ന് ആയതൊക്കെ ഒരു ഇതിലിട്ടിട്ട് ട്രാലിട്ടിട്ട് ഒന്ന് എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് കാണുന്നില്ലേ, ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടും നല്ല സോഫ്റ്റായിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് ഇന്നുണ്ടാക്കിയത് ബട്ടർ ചിക്കനാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ കറി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തന്നെ ഷെയർ